വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുണ്ടായിട്ടുള്ളൊരു സ്നാക്സ് ആണിത്. കണ്ടില്ലേ, നമ്മുടെ പൊട്ടാറ്റോ ഫിംഗർ ഫ്രൈ, പൊട്ടാറ്റോ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫിംഗർ ഫ്രൈ ആണ്. സംഭവം നൈസാണ്. നമുക്ക് കുറഞ്ഞ ഐറ്റംസ് കൊണ്ട്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ആദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. സിമ്പിളാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്നതാ ഈ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്ത്, ഇത്ര ഉരുളക്കിഴങ്ങ് എടുക്കുന്നില്ല കേട്ടോ, അതിൻ്റെ കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്ത് നമ്മളത് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്ക് ആദ്യം ബോയിൽ ചെയ്തെടുക്കാം. തൊലി കളയണ പാട് തന്നെ അതിൽ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതിൽ കറുപ്പ് കളർ ഇങ്ങനെ പിടിക്കില്ല. ന്യൂ ടിപ്സ്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. കണ്ടില്ലേ, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അത് നന്നായിട്ട് വെന്ത് വന്ന് നമ്മളതിൽ വെള്ളം കൂറ്റി വെച്ചു. ഇനി അതിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വേണം. അതാണ് ഇതൊക്കെ. ഒരു ഉള്ളി ഉണ്ട്, ഒരു ഉള്ളി ചെറുക്കുലിങ്ങനെ കുനുകുനാന്നരിഞ്ഞ ഉള്ളി, പിന്നെ പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു ഹാഫ് സ്പൂൺ ഉണ്ടാവും. പിന്നെ കുറച്ച് ഇതിൻ്റെ ഇലയാണ് പുതിന. മല്ലീൻ്റെ ഇല, കുറച്ച് മല്ലീൻ്റെ ഇല ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടുത്ത പരിപാടി കുറച്ച് മസാല ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ശരി ഗരം മസാല. പിന്നെ അതിൽ ആവശ്യമുള്ള ഉപ്പ് വേണ്ട. നമ്മൾ നേരത്തെ അത് ഉപ്പിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടി ചേർക്കുക. പിന്നെ അത് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇത് ഈ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഈ പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നല്ലേ, ഈ പരുവത്തിൽ. ഇനി ഇതിന് നമ്മൾ മറ്റേ ഫിംഗർ രൂപത്തിൽ അതിന് ഉരുട്ടിയെടുക്കും. അപ്പം നെക്സ്റ്റ് പരിപാടി അതാണ്. അപ്പം ഇങ്ങനെ ആക്കി എല്ലാ മാവും ഇങ്ങനെ ആക്കിയെടുത്താണ് പിന്നെ ബാക്കിയുള്ള ഫ്രൈ ഒക്കെ അതിന് ശേഷം. അപ്പം ഇനി അങ്ങനെ നമുക്കിത് ഈ മാവെല്ലാം അങ്ങനെ ആക്കിയെടുക്കാം.
അപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ അതെല്ലാം പൊട്ടാറ്റോൻ്റെ എല്ലാം നമ്മൾ ഇങ്ങനെ ഫിംഗറിൻ്റെ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വേറെ ചെറിയൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ കേട്ടോ 3 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ വീറ്റ് ഫ്ലവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൈദ എടുക്കണ്ട, വീറ്റാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണതല്ല, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നല്ലോ. അപ്പോൾ ഈ ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി, ഒരു നുള്ളു മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബാറ്റർ പരുവത്തിലാക്കിയെടുക്കാം. അങ്ങനെ ആ ഫിംഗർ നമ്മൾ വന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ്, ഒരു മുട്ട, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അതുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം പൊട്ടാറ്റോൻ്റെ ഫിംഗർ ഇതിനകത്ത് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതാണല്ലേ, ഇത് സേമിയാണ്. ഇത് ശരിക്കും ഫ്രൈ ചെയ്യണം. ഇത് നമ്മൾ വാങ്ങിച്ചത് ഫ്രൈ ചെയ്ത് ഉള്ള പ്രൊഡക്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫ്രൈ ചെയ്ത് വെച്ചതാണ്, ഫ്രൈ ചെയ്ത് വരുന്നതാണ്. നല്ല സേമിയ കേട്ടോ. മറ്റേ പ്രാൺ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ സേമിയ നമ്മൾ മേടിച്ചത്. നല്ല സേമിയാണ്, നല്ലതായതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞു അത്രേ ഉള്ളൂ. സ്നാക്സിനൊക്കെ പറ്റിയ ഇതാണ്. അത് വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ പാക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്റർ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ ദോശമാവിൻ്റെ ഒരു ഇങ്ങനെ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഫിംഗർ എടുക്കുക, അതിനകത്ത് മിക്സ് ചെയ്യുക. എടുക്കുക, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സേമിയ അങ്ങനെ ബാറ്റർ നല്ലോണം തിക്കായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫിംഗർ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണ്ട കേട്ടോ. അങ്ങനെ സേമിയും അതിനകത്ത് മിക്സ് ചെയ്യാം. നേരെ നമ്മളിവിടെ ചട്ടിക്ക് നേരത്തെ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടണം. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് ഓരോന്നും ഇങ്ങനെ ചെയ്തിട്ട് സേമിയ മിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ എണ്ണവും ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അത് കുറച്ച് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിയും. കാരണം നേരത്തെ ഉരുളക്കിഴങ്ങ് നേരത്തെ നമുക്ക് വേവിച്ചെടുത്താണ്. അപ്പം ഇനി പുറത്തുള്ള ഒരു കോട്ടിങ് മാത്രം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി, ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അല്ല അത്ര ഓയിൽ വേണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കും ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മളൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. എല്ലാം 1 by 1 ആയിട്ട് നമ്മളൊരു ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അധികം നേരം എണ്ണയിലിട്ട് നല്ലോണം ഇതാക്കണം. ജസ്റ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കുക്ക് ചെയ്തതാണ്. യെസ്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ? അപ്പോൾ കണ്ടില്ലേ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ? ഇതാ ഇവിടെ കാണിച്ചു തരാം. സംഭവം വളരെ സിമ്പിളാണ്. പിന്നെ കഴിക്കാനും പൊളിയാണോ? ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നടക്കേണ്ടടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പൊളിയാന്ന് പറഞ്ഞത്. നമ്മൾ കഴിച്ചാ ആ കുട്ടികൾക്ക് കൊടുക്കണം. ഭയങ്കര ഹെൽത്തി ആയിരിക്കും. നമ്മൾ എന്താ വീറ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ഹെൽത്തി. വീറ്റ്, പിന്നെ എഗ്ഗ്, പൊട്ടാറ്റോ നല്ല ഹെൽത്തി ആയിട്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ പറയുന്നത് പൊട്ടാറ്റോ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസാണ്. പക്ഷെ അത് അത്രയ്ക്കൊരു വിഷയമല്ല. ഇവിടെ അതെ, ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല. നല്ല ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ കഴിക്കുന്ന സാധനമാണ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഹെൽത്തിയാണ്. തീർച്ചയായും ട്രൈ ചെയ്യാൻ. ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നമൊക്കെ ആളൊന്നുമില്ല. നല്ല ഇഞ്ചിയോ അവൾ പറഞ്ഞ മാതിരി ഇഞ്ചിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം മാറും. നമ്മൾ കപ്പ കഴിക്കാറില്ലേ, അത്രയ്ക്ക് കഴിക്കരുത് എന്നേ ഉള്ളൂ അല്ലേ? അത്രയും കഴിക്കാൻ പാടില്ല, ഒരുപാട് കഴിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് നമ്മുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ അറിയിക്കണം. ഇവിടെ കാണിച്ചു തരാം. സിമ്പിളാണ്. അതെ, ഒരു നല്ലൊരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ, കട്ടനൊക്കെ ബെറ്റർ കട്ടനാട്ടോ. കട്ടനും കൂടി ഉണ്ടെങ്കിൽ സംഭവം നൈസാവും. ഇവിടെ 4 മണിയായി. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാളെ അവരൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് ആണത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക. അഭിപ്രായം കാര്യം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ, സീ യു.